വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണമാമിസ് ആണ്. നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? എണ്ണിയാൽ തീരുന്ന ദിവസങ്ങളേ ഉള്ളൂ ഓണപരീക്ഷയ്ക്ക്. നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തേണ്ട കാര്യമല്ലേ? കാരണം LSS എക്സാമിന്, നമ്മുടെ ഇപ്പോഴത്തെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് തന്നെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ ഫുൾ A ഗ്രേഡ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് EVSൽ A ഗ്രേഡ് നേടുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടീച്ചർ ഇന്ന് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ളതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യയിലുള്ള വിവിധ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഇതിലെ ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് സത്യാഗ്രഹം എന്നീ 2 സമരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നു? വേറെയും ഒരുപാട് സമരങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഒരുപാട് പ്രക്ഷോഭങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഉണ്ടായ വളരെ സങ്കടകരമായ സംഭവമായിട്ടുള്ള ജാലിയൻ വാലാബാഗിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വളരെ സ്പെസിഫിക് ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? അതിലൊന്ന് ഉപ്പ് സത്യാഗ്രഹമാണ്, രണ്ടാമത്തേത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇതിൽ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് വീഡിയോയിലൂടെ മിസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉപ്പ് സത്യാഗ്രഹം എന്ന് പേരുണ്ട് അല്ലെ? അതിൽ തന്നെ വളരെ പ്രധാനമായിട്ട് എന്താണ് കാരണമെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള ജനങ്ങളെ പല രീതിയിൽ ഉപദ്രവിച്ചു വരുന്നിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു എല്ലാ സാധനങ്ങളുടെയും വിലയിലുള്ള വർധനവ് എന്ന് പറയുന്നത്. അതായത് നികുതി കൂടെ ചേർത്ത് സാധനങ്ങൾക്കൊക്കെ എന്തായി? വളരെയധികം വില കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഇപ്പോഴും GST എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നികുതിയാണ് സംഭവം. അപ്പോൾ ഉപ്പിനൊക്കെ എന്താണ്? വളരെയധികം നികുതി ചുമത്തി. ഉപ്പെന്ന് പറയുന്നത് സാധാരണക്കാരന് വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമായിരുന്നു. കാരണം എന്താ? കടൽ വെള്ളം കൊണ്ടുപോയി വറ്റിച്ചു കഴിഞ്ഞാൽ ഉപ്പ് നമുക്ക് കിട്ടും. ആ ഉപ്പിനാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? തോന്നിയ വില പറയുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് ഉപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടും. വലിയ ക്രൂരമായിട്ടുള്ള നിയമലംഘനമായിട്ട് അത് എന്ത് ചെയ്യും? കണക്കാക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് സുഖമായി കിട്ടുന്ന നിങ്ങളുടെ കിണറ്റിനകത്തുള്ള വെള്ളം നാളെ ഗവൺമെന്റ് പറയാണ് നിങ്ങളുടെ കിണറ്റിനകത്തുനിന്ന് വെള്ളം എടുക്കണമെങ്കിൽ 10,000 രൂപ ഞങ്ങൾക്ക് എല്ലാ മാസവും തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലത്തെ ഒരു നടപടി തന്നെ. അപ്പോൾ ഇങ്ങനെ ഉപ്പിനങ്ങ് നികുതി കൂട്ടിയപ്പോൾ ഗവൺമെന്റിനോട് എന്ത് ചെയ്തു? ഗാന്ധിജി പറഞ്ഞു നടക്കത്തില്ല, എന്ത് ചെയ്യില്ല, ഇതൊന്ന് പിൻവലിക്കണം എന്നുള്ളത്. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു? വലിയ രീതിയിലുള്ള ജനപ്രക്ഷോഭം ഇന്ത്യയിൽ എങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കാരണം എന്താ? ഇത് ഉപ്പെന്ന് പറയുന്നത് പൈസക്കാരന് മാത്രം ആവശ്യമുള്ള സാധനമല്ല, അല്ലെ പാവപ്പെട്ടവന് മാത്രം ആവശ്യമുള്ള ഒരു സാധനമല്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ആശ്രമമായിട്ടുള്ള സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നിയമലംഘനം നടത്താൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ചിനെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോയ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഉപ്പ് കുറുക്കുകയാണ്. ഈ സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയുടെ ഈ ഒരു സംഭവത്തെ അല്ലെ ബ്രിട്ടീഷുകാരെ കളിയാക്കിക്കൊണ്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് പീപ്പിൾ ഇമ്പോസ് ഹെവി ടാക്സ് ഓൺ സാൾട്ട്. അപ്പൊ എന്ത് ചെയ്തു? ഗാന്ധിജി എന്ത് ചെയ്യാണ് അല്ലെ? പീപ്പിളുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു നിയമം എന്ത് ചെയ്യാണ്? ലംഘിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെ? ബ്രേക്കിംഗ് ദ സാൾട്ട് ലോ ഇറ്റ് ബിക്കം ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റേസിംഗ് പാട്രിയോട്ടിസം അഗെയിൻ ദ ബ്രിട്ടീഷിനെതിരെ അല്ലെ? ഒരു വലിയ ഒരു രാജ്യസ്നേഹം ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വരികയും ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലും സമാനമായ രീതിയിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന KK കേളപ്പനാണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു ടോപ്പിക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്ന് മിസ് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണണം. Until then, bye bye, see you, take care.